നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതി കഴിഞ്ഞ മാസം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ അപേക്ഷാ നടപടികൾ തുടങ്ങുകയാണ്. എന്തെല്ലാമായിരിക്കും നമ്മൾ രേഖകൾ ഹാജരാക്കേണ്ടി വരിക, ആർക്കെല്ലാമായിരിക്കും ഈ ഒരു പെൻഷൻ ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ മാസമായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചത് വീട്ടിലുള്ള സ്ത്രീകൾക്ക്, അതായത് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള എല്ലാ സ്ത്രീകൾക്കും മാസം 1000 രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതി. അതിന് സർക്കാർ ഒരുപാട് മാനദണ്ഡങ്ങളും പുറത്തിറക്കിയിരുന്നു. അതെല്ലാം നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അപേക്ഷ സമർപ്പിക്കാനും അതുവഴി മാസം 1000 രൂപ ലഭിക്കാനും സാധിക്കും. ഇതിലാദ്യമായി മാനദണ്ഡം പറഞ്ഞിരുന്നത് സർക്കാർ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കായിരിക്കും ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അർഹതയുണ്ടായിട്ടും ഇപ്പോഴും വെള്ള, നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ റേഷൻ കാർഡ് ചുവപ്പിലേക്ക് മാറാൻ അവസരമുണ്ട്. ഈ ഒരു അപേക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാനുള്ള അപേക്ഷ നമ്മൾ ആദ്യം കൊടുക്കുക. നിലവിൽ നിങ്ങൾ വാടക താമസിക്കുന്ന ആളുകളാണെങ്കിൽ, അതല്ലെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റിന് താഴെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായി 4 ചക്ര വാഹനമില്ലാത്ത ആളുകളാണെങ്കിൽ, ഈ മൂന്നെണ്ണം മാനദണ്ഡം ഉള്ള ആളുകൾക്കും ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കുന്നുണ്ട്. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സ്വന്തമായി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് അംഗീകൃത ജനസേവന കേന്ദ്രങ്ങളിലോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിച്ച് അപേക്ഷയോടൊപ്പം കൂടി തന്നെ നിങ്ങളുടെ വീടിൻ്റെ അളവും മറ്റ് കാര്യങ്ങളും കൂടി നൽകുക. എങ്കിലും ഒരു മാസം കൊണ്ട് നിങ്ങളുടെ കാർഡ് ചുവപ്പിലേക്ക് മാറുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് 7000 രൂപയുടെ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോഴും റേഷൻ കാർഡിൽ പേരില്ലാത്ത, അല്ലെങ്കിൽ റേഷൻ കാർഡിൽ വയസ്സ് പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ റേഷൻ കാർഡിൽ നമ്മുടെ വയസ്സ് കറക്റ്റായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ നമ്മുടെ റേഷൻ കാർഡിൽ നമ്മുടെ വയസ്സ് തിരുത്താനുള്ള അപേക്ഷ കൂടി കൊടുക്കുക. കാരണം നമ്മൾ ഈ ഒരു അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മൾ റേഷൻ കാർഡിൻ്റെ കോപ്പിയും ആധാർ കാർഡിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ നമുക്ക് വയസ്സ് തെളിയിക്കുന്ന മറ്റ് രേഖ കൂടി നമ്മൾ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ രണ്ടിലും 2 വയസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ അപേക്ഷ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ വയസ്സ് എല്ലാ രേഖയിലും ഒരുമിച്ച് കൊടുക്കുക. ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് റേഷൻ കാർഡിലെ വയസ്സ്. നമുക്കറിയാം, റേഷൻ കാർഡിലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത്. അത് നമ്മൾ സപ്ലൈ ഓഫീസിൽ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്രൂവൽ മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് വരികയും അതിനുശേഷം നമുക്ക് ആ കാർഡ് അവിടെ നിന്ന് പിന്നെ എടുക്കുകയും ചെയ്യാം. ആ കാർഡ് നമുക്ക് ഒറിജിനൽ കാർഡായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു.